നമസ്കാരം, ഞാൻ ബിനിൽ ചാക്കോച്ചൻ. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന വിഷയമാണ് ACL ഇഞ്ചുറി. എന്താണ് ACL ഇഞ്ചുറി? ACL ഇഞ്ചുറി എങ്ങനെയുള്ള ആളുകളിലാണ് സാധാരണ കണ്ടുവരുന്നത്? അതായത് ACL ലിഗമെൻ്റ് ആണത്. എന്താണ് ACL ലിഗമെൻ്റ്? ഇതാണ് നമ്മുടെ മുട്ട്. കണ്ടോ? അവിടെ കാൽമുട്ടെന്ന് വെച്ചാൽ 135 ഡിഗ്രി മടക്കാനും 0 ഡിഗ്രി നിവർത്താനും കഴിവുള്ള ഒരു ജോയിൻ്റാണ് നമ്മുടെ കാൽമുട്ടെന്ന് പറയുന്നത്. കാൽമുട്ട് 0 ഡിഗ്രി കാൽമുട്ട് നമുക്ക് നിവർത്താം, 135 ഡിഗ്രി കാൽമുട്ട് നമുക്ക് മടക്കാം, അല്ലേ? ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുക, ഉദാഹരണത്തിന് ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ഇങ്ങനെയുള്ള നമ്മൾ ഓടി ഗോൾ അച്ചീവ് ചെയ്യേണ്ട അധ്വാനമുള്ളൊരു കളിയാണ് ഫുട്ബോൾ. എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണല്ലേ? അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുമ്പോൾ, അതിൽ സ്പോർട്സ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുമ്പോൾ സഡനായിട്ട് പേഷ്യൻറ്റിൻ്റെ, അതായത് ഒരു വ്യക്തിയുടെ കാല് തിരിയുന്നു. കണ്ടോ? ടോർഷണൽ ഫോഴ്സ്, അതായത് ഇങ്ങനെ ഇരിക്കേണ്ട കാല് അൺഎക്സ്പെക്റ്റഡായിട്ട് തിരിയുന്ന സാഹചര്യത്തിൽ കാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെൻറ്റിൻ്റെ പ്രത്യേകത എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. ടെൻഡൻ എന്ന് പറയുന്നത് മസിലിനെ എല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഇതറിയുന്നവരുണ്ടാവാം, എങ്കിലും ഞാൻ പറയുകയാണ്, ഇതാണ് ചിരട്ട അഥവാ കാറ്റല്ല. ഈ ജോയിൻ്റ്, അതായത് മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എല്ലുകളാണ്. ഇതാണ് ഫീമർ എന്ന് പറയുന്ന ബോൺ. ഇതാണ് നമ്മുടെ ടിബിയ, ഇതാണ് ഫിബുല. ഈ ശരീരത്തിൻ്റെ ഭാരം വഹിക്കുന്നതിൽ ഈ ബോണിന് വലിയ റോളൊന്നുമില്ല. ഓക്കെ, യഥാർത്ഥത്തിൽ ശരീരഭാരം വഹിക്കുന്ന ഒരു എല്ലാണ് ഈ ടിബിയ എന്ന് പറയുന്ന ബോൺ. എങ്കിലും ഈ ഫിബുല എന്ന ബോൺ ആംഗിളിൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ആംഗിൾ ജോയിൻറ്റിൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റോള് ഈ ഫിബുല എന്ന് പറയുന്ന ഈ ചെറിയ ബോണിനുണ്ട്, ഇല്ലേ? ചില അപകടങ്ങളിലൊക്കെ ഇതൊക്കെ ഒടിഞ്ഞു പോകും, ഇല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ACL ഇഞ്ചുറിയിൽ സംഭവിക്കുന്നത് പെട്ടെന്നുള്ള ടോർഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായി ലിഗമെൻ്റ് വളരെ ചെറിയ തോതിൽ സ്ട്രെച്ച് ആവുകയോ, ചെറിയ തോതിൽ പൊട്ടുകയോ, പൂർണ്ണമായി പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ACL ഇഞ്ചുറി എന്ന് പറയുന്നത്. അതിന് ഓരോ ഗ്രേഡായിട്ട് നമ്മൾ തിരിക്കുന്നു, ഇല്ലേ? അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ എങ്ങനെ ഒരു രോഗിയുടെ പ്രശ്നം പരിഹരിക്കാം, ഒരു ACL ഇഞ്ചുറി വന്ന രോഗിക്ക് എങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാം. അപ്പോൾ എനിക്ക് വന്ന രോഗിക്ക് ഞാൻ ഫിസിയോതെറാപ്പിയിലൂടെ 2 കാലുകളുടെയും ACL ടിയർ മൂലമുണ്ടായ പ്രശ്നം പരിഹരിച്ചു. സർജറികളൊന്നും തന്നെ ഇല്ലാതെ. എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചു? കാരണം അത് രോഗിയുടെ മുകളിലെയും താഴത്തെയും പേശികളെ നല്ല രീതിയിൽ ബലപ്പെടുത്തുന്നതിലൂടെയും അതുമല്ലാതെ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി, ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. എന്നാൽ പൂർണ്ണമായും ലിഗമെൻ്റ് പൊട്ടിയ സാഹചര്യത്തിൽ ഇത് സർജിക്കൽ മാനേജ്മെൻ്റാണ് ചെയ്യുന്നത്. അത് ടെൻഡൻ ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത്, ഇല്ലേ? അതൊക്കെ ഒരു സർജൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഈ ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, അതായത് പ്രീമിയർ ഹെൽത്ത് കെയർ ഫിസിയോതെറാപ്പി സെൻറ്റർ എന്ന എൻ്റെ ഈ ക്ലിനിക്കിൽ പലതരത്തിലുള്ള രോഗികൾ വരാറുണ്ട്. സർജറി ചെയ്ത രോഗികൾ വരാറുണ്ട്, സർജറിക്ക് മുന്നോടിയായിട്ട് വരുന്ന രോഗികളുണ്ട്, സർജറി ഇല്ലാതെ തന്നെ ഫിസിയോതെറാപ്പി മാത്രം ചെയ്ത് മാറ്റാൻ പറ്റുന്ന രോഗികൾ വരാറുണ്ട്. പിന്നെ വരുന്ന രോഗികളാണ് ഈ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആളുകൾ. ഇതേപോലെയുള്ളൊരു പ്രശ്നം തന്നെയാണ് ഈ TKR, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ മുട്ടിന് ചുറ്റുമുള്ള പേശികളുടെ ബലക്ഷയം വരുന്നതിലൂടെ എല്ലുകൾ തമ്മിൽ ഉരസാനുള്ള സാധ്യത കൂടുന്നു. അതായത് ഈ എല്ലുകൾക്ക് മുകളിലായി ഒരു മൃദുവായ ഒരു വലയമുണ്ട്.
നമ്മൾ ചില ബുഷ് എന്നൊക്കെ പറയും, അതുപോലെ ഒരു ഭാഗമാണ് മെനിസ്കസ്. ഈ മെനിസ്കസ് ടിയർ അല്ലെങ്കിൽ മെനിസ്കസ് തേഞ്ഞു തീരുന്ന അവസ്ഥ ഈ മൃദുവായ ഈ ഭാഗത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നതൊക്കെ എല്ലുകൾ തമ്മിൽ ഉറസാനുള്ള സാധ്യത കൂട്ടും. ഇത് അസഹ്യമായ വേദനയാണ് രോഗികൾ ഉണ്ടാക്കുന്നത്. അപ്പം തുടക്കം, അതായത് അക്യൂട്ട്, സബ് അക്യൂട്ട്, ക്രോണിക്. അക്യൂട്ട് സ്റ്റേജുകളിലാണെങ്കിൽ ഇതുപോലുള്ള ACL ഇഞ്ചുറി, അതുപോലെ തന്നെ ഈ തേയ്മാനം, ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ, അതായത് വിദഗ്ധ ശാസ്ത്രീയ ഫിസിയോതെറാപ്പിയിലൂടെ നല്ല അറിവുള്ള ഫിസിയോതെറാപ്പിസ്റ്റുടെ സഹായത്തോടെ ഇവിടെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിക്കുമ്പോൾ അവർ നിങ്ങളുടെ മുട്ട് പരിശോധിക്കുകയും ബലം, പേശികളുടെ ബലം മനസ്സിലാക്കി ആവശ്യമായ വ്യായാമങ്ങൾ നിർദ്ദേശിക്കുകയും അതുമല്ലാതെ പേശികളുടെ വേദനകൾ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഇതിൻ്റെ സങ്കീർണത കൂടുന്നത് വ്യായാമങ്ങളുടെ കുറവ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന ACL ഇഞ്ചുറി മൂലം ബുദ്ധിമുട്ടുള്ള രോഗിക്ക് നമ്മൾ അവരുടെ കാലിൻ്റെ ചലനങ്ങളെ പുനഃസ്ഥാപിച്ചു. പണ്ടത്തെക്കാളും വളരെ ഭേദമായിട്ട് രോഗിക്ക് നടക്കാനും ഓടാനും സാധിക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്, അതായത് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുന്നത് വീണ്ടും വീണ്ടുമുള്ള പരിശീലനത്തിലൂടെയാണ്. രോഗിയെ നമ്മൾ വീണ്ടും വീണ്ടും പരിശീലിപ്പിക്കുന്നതിലൂടെ രോഗിക്ക് ആത്മവിശ്വാസം കൂടുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. സ്റ്റുഡൻ്റാണ്, ഫുട്ബോളൊക്കെ കളിക്കാൻ താല്പര്യമുള്ള വ്യക്തി കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനെ കാലിൽ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാവുകയും ഇത് നമ്മൾ നല്ല വ്യായാമങ്ങൾ ചെയ്തത് സോൾവ് ചെയ്തു, പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ പേഷ്യൻറ്റിന് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പിന്നെ കുറച്ചും കൂടി സ്ട്രെങ്ത് ആക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ നീ ജോയിൻ്റ്. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഇഞ്ചുറീസ് ഒന്നും വരാതെ സൂക്ഷിക്കുക. ഇൻ കേസ് ഓഫ് ഇഞ്ചുറി I am always with you. Okay. Thank you. പ്രീമിയർ ഹെൽത്ത് കെയർ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ സേവനം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.